നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വി ഡി സതീശൻ്റെ ശത്രുക്കൾ സ്വന്തം പാർട്ടിയിൽ തന്നെ. അത് കൃത്യമായി മനസ്സിലാക്കിയ ആളാണ് വി ഡി. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തെ ചൊല്ലിയാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കോർത്തത്. ഇപ്പോഴിതാ ഈ സംഘർഷം വലിയ ഏറ്റുമുട്ടലിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ADGP MR അജിത് കുമാറിനെതിരെ നടപടി നീണ്ടുപോകുന്നതിന്റെ നീരസം KSU യൂത്ത് കോൺഗ്രസ് നേരത്തെ തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ എതിർപ്പുകളൊക്കെ അത്ര നിഷ്കളങ്കമായി കരുതുന്നില്ല വി ഡി സതീശൻ. പ്ലീഡർ നിയമനത്തിൽ KSUവിന് എന്താണ് കാര്യം എന്ന വി ഡി സതീശന്റെ ചോദ്യമാണ് KSUവിനെ മുച്ചൂടും പ്രകോപിപ്പിച്ചത്. ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ നിന്നാണ് താൻ ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനം നടത്തിയത് എന്നൊക്കെ സതീശൻ വിശദീകരിച്ചു. വിവാദത്തിൽപ്പെട്ട 2 ഗവൺമെന്റ് പ്ലീഡർമാരിൽ ഒരാളെ ഒരു ലോക്സഭാംഗം പിന്തുണച്ചിരുന്നു. പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവരുടെ കത്തുകൾ കൂടി പരിഗണിച്ചാണ് ഇത്തരം നിയമനങ്ങളെന്ന് സതീശൻ വിശദീകരിച്ചു. എന്നാൽ സതീശന്റെ മനസ്സിൽ വലിയ വൈരാഗ്യം കിടക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ഇക്കഴിഞ്ഞ ദിവസം തേവര കോളേജിൽ വെച്ച് അലോഷ്യസ് സേവ്യറിനെ കണ്ടിട്ടും കാണാതെ പോയിക്കളഞ്ഞത് മുഖ്യമന്ത്രി. വി ഡി സതീശൻ്റെ സ്വതസിദ്ധമായ ഒരു ശൈലിയുണ്ട്. തനിക്കിഷ്ടപ്പെടാത്തവരെ അങ്ങ് അവഗണിക്കുക. തന്നോടോ പാർട്ടി നേതൃത്വത്തോടോ യാതൊരുവിധ വിമർശനവും നേരിട്ട് പറയാതെ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങൾക്ക് മുന്നിലുമാണ് KSU നേതാവും യൂത്ത് കോൺഗ്രസ് നേതാക്കളുമൊക്കെ വിമർശനങ്ങൾ ഉയർത്തിയത് എന്ന് സതീശൻ ക്യാമ്പ് ആരോപിക്കുന്നു. ഒരു കാര്യവും തന്നോട് നേരിട്ട് പറയാതെ ഫേസ്ബുക്കിൽ 6 ദിവസം മുൻപ് പരസ്യമായി പ്രതികരിച്ചതാണ് വി ഡിയെ ഇത്രയധികം പ്രകോപിപ്പിച്ചത്. ഇതിൻ്റെ ബാക്കി പത്രമായിരുന്നു പ്ലീഡർ നിയമനങ്ങളിൽ KSUവിന് എന്താണ് റോൾ എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം. ഇത് സംഘടനയെ വല്ലാതെ ചൊടിപ്പിച്ചു. KSU മുഖ്യമന്ത്രിക്കെതിരെ തിരിച്ചു എന്ന് മാത്രമല്ല, അലോഷ്യസ് സേവ്യറിന് വലിയ പിന്തുണയും ഇപ്പോൾ ലഭിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് അലോഷ്യസിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്ന VM സുധീരനെയാണ്. ഇതിനിടെ ഏറെ കൗതുകകരമായ പലതും നമ്മൾ ചാനൽ ചർച്ചകളിൽ പോലും കണ്ടു. കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന 2 പേർ KSUവിന് പിന്തുണ പ്രഖ്യാപിച്ചും മുഖ്യമന്ത്രിയോട് വിയോജിച്ചും ചാനൽ ചർച്ചകളിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തി. ടി സിദ്ദിഖിന്റെ പ്രതികരണം പൂർണ്ണമായി KSUവിനെ പിന്തുണയ്ക്കുന്നത്. അലോഷ്യസിന് ആരുടെ പിന്തുണ എന്ന ചോദ്യമായിരുന്നു ഇന്നലെ മുഴങ്ങിയത്. എന്നാൽ അലോഷ്യസിന് ഏറ്റവും ശക്തമായ പിന്തുണ നൽകുന്നത് സാക്ഷാൽ KC വേണുഗോപാൽ തന്നെ. ഇന്ന് KSUവിനെ പുകഴ്ത്തി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. വി ഡി സതീശനെതിരെ ഒരു പൊതു യുദ്ധമുന്നണിയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. KSU യൂത്ത് കോൺഗ്രസ് കാലത്ത് തന്റെ സഹപ്രവർത്തകരായിരുന്ന പ്രഫുല്ലചന്ദ്രനെയും മാരായമുട്ടം സുരേഷിനെയും അനുസ്മരിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പിലാണ് KC വേണുഗോപാൽ മുനവെച്ച് പലതും കൊളുത്തിയത്. വി ഡി സതീശനും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും തമ്മിലുള്ള ഭിന്നത ചർച്ചയായതിന് പിന്നാലെയാണ് ഇപ്പോൾ KCയുടെ ഒളിയമ്പ്. KSU പോരാട്ടത്തെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു KC വേണുഗോപാൽ. ഈ പോസ്റ്റ് പല തലത്തിലുമുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇടവരുത്തുന്നു. KCയുടെ പോസ്റ്റ് ഇങ്ങനെ: ഏറെ സങ്കടമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. KSU യൂത്ത് കോൺഗ്രസ് കാലഘട്ടങ്ങളിൽ ഒപ്പം പ്രവർത്തിച്ച 2 സഹപ്രവർത്തകരുടെ വേർപാട് മനസ്സിലുണ്ടാക്കിയ മുറിവ് ചെറുതല്ല. അതിലൊരാൾ പ്രിയപ്പെട്ട പ്രഫുല്ലചന്ദ്രനാണ്. 3.5 പതിറ്റാണ്ട് കാലം മുൻപുള്ള ചോരമണം നിറഞ്ഞ ഓർമ്മകളാണ് ആ മരണവിവരം കേട്ടതോടെ തിരയടിച്ചെത്തിയത്. 1989 നടന്ന പാഠപുസ്തക സമരം KSU എന്ന വിദ്യാർത്ഥി സംഘടനയുടെ വളർച്ചയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഏടായിരുന്നു. അന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ അറസ്റ്റ് ചെയ്ത ഞാനടക്കമുള്ള പ്രവർത്തകരെ നന്ദാവരം AR ക്യാമ്പിലെ അതിക്രൂര മർദ്ദനത്തിന് പോലീസ് വിധേയമാക്കുമ്പോൾ ഒപ്പം പ്രഫുല്ലചന്ദ്രനുമുണ്ടായിരുന്നു. ആദ്യകാലം SFIക്കൊപ്പമായിരുന്നെങ്കിലും പിന്നീട് KSUവിനൊപ്പം അണിചേരുകയായിരുന്നു പ്രഫുല്ലചന്ദ്രൻ. നിസ്വാർത്ഥമായ സജീവ പ്രവർത്തനം കൊണ്ട് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവനായി പ്രഫുല്ലചന്ദ്രൻ മാറിയിരുന്നു. KSUവിന് ശേഷം യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാതെ സേവാദളിൽ ചേർന്ന പ്രഫുല്ലചന്ദ്രൻ പടിപടിയായി ഉയർന്ന് സംസ്ഥാന ഓർഗനൈസർ പദവിയിൽ വരെ എത്തി. അതിനുശേഷം അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനം വരെ എത്തി. അവസാനകാലം വരെയും തിരുവനന്തപുരം പെരിങ്ങമല പ്രദേശത്തെ പാർട്ടിയുടെ പ്രധാന മുഖങ്ങളിൽ ഒന്നായി പ്രഫുല്ലചന്ദ്രൻ തുടർന്നു. ഇന്ന് പ്രഫുല്ലചന്ദ്രൻ്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ നിന്നപ്പോൾ നന്ദാവനത്തെ അതിക്രൂരമായ ലാത്തിചാർജിൻ്റെ ഓർമ്മകളാണ് മനസ്സിലേക്ക് ഓടിയെത്തിയത്. എനിക്ക് മുൻപേ ആദ്യത്തെ ലാത്തിയടി വീണത് പ്രഫുല്ലിൻ്റെ ശരീരത്താണ്. അതിക്രൂരമായ മർദ്ദനമേറ്റ് ഞങ്ങളെല്ലാം ചോരയിൽ കുളിച്ച് നിൽക്കുമ്പോഴും സ്വന്തം വേദന വകവയ്ക്കാതെ മറ്റുള്ളവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസിനോട് അലമുറയിടുന്ന പ്രഫുല്ലിനെ മറക്കാൻ അക്കാലത്തെ ഞങ്ങളുടെ KSU തലമുറയ്ക്ക് കഴിയില്ല. പിന്നെയും ഒട്ടേറെ വിദ്യാർത്ഥി യുവജന സമരമുഖങ്ങളിലും അതിലുമേറെ വീറോടെ കണ്ടിട്ടുണ്ട്. മനസ്സിനും ശരീരത്തിനുമേറ്റത് ഒരു കാലത്തിന് മറക്കാൻ കഴിയാത്ത മുറിവുകളാണ് പ്രഫുല്ലചന്ദ്രനുമായുള്ള അവസാന കൂടിക്കാഴ്ച പോലും എന്നോട് പറയുന്നു.
KSU ആണ് എന്നെയും പ്രഭുരചന്ദ്രനെയും ഒന്നിപ്പിച്ചത്. ഞങ്ങളെയെല്ലാം ഒന്നിച്ചു ചേർത്ത് ഇന്ന് ഇക്കാണുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതും KSUവിന്റെ പോരാട്ട വീര്യം. KSUവിലും യൂത്ത് കോൺഗ്രസിലും സഹപ്രവർത്തകനായിരുന്ന മാരായമുട്ടം സുരേഷും വിദ്യാർത്ഥി യുവജന സമരമുഖങ്ങളിൽ നെഞ്ചുവിരിച്ചു നിന്ന് പ്രസ്ഥാനത്തെയും പ്രവർത്തകരെയും സംരക്ഷിച്ച നേതാവാണ്. ഒരു കാര്യം വ്യക്തമാണ്, KSU മുഖ്യമന്ത്രി പോരിനിടയിൽ KC വേണുഗോപാൽ തന്റെ നിലപാട് വ്യക്തമാക്കുന്നു. KSUവിലെ ചില ഭാരവാഹികളെ ഇതിനിടയിൽ സതീശൻ ക്യാമ്പും രംഗത്തിറക്കി. KSU മുഖ്യമന്ത്രി തർക്കത്തിൽ ചേരിതിരിഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് കേരളം കാണുന്നത്. വിഷയം വഷളാകാതെ നോക്കണമെന്ന് ഒരു കൂട്ടം നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. എന്നാൽ സതീശൻ ക്യാമ്പ് ഇതിനെ വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിക്കെതിരായ നീക്കമായി. ഈ തർക്കം തീർക്കാൻ മുതിർന്ന നേതാക്കൾ ഇടപെടണമെന്ന് സതീശൻ ക്യാമ്പ് ആവശ്യപ്പെടുന്നു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പരസ്യമായി പ്രശംസിച്ചത് ഏറെ വിവാദമുയർത്തുന്നു. തേവരയിലെ കോളേജ് പരിപാടിക്കെത്തിയ അലോഷ്യസിനെ കണ്ട് മുഖം തിരിച്ച് നടന്നിരുന്നു VD സതീശൻ. എന്നാൽ പുതുപ്പള്ളിയിലെ അനുസ്മരണ ചടങ്ങിനെത്തിയ അലോഷ്യസ് സേവ്യർ വേദിയിൽ ഇടം കിട്ടാതെ കാണികൾക്കിടയിൽ ഇരിക്കുകയായിരുന്നു. അലോഷ്യസ് സേവ്യർ താഴെ ഇരിക്കുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ട മുതിർന്ന നേതാവ് VM സുധീരൻ ഉടൻ തന്നെ ഇടപെടുകയും അദ്ദേഹത്തെ ആദരവോടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. KSUവിന്റെ പോരാട്ട വീര്യത്തെ ഉയർത്തിക്കാട്ടിയ സുധീരൻ തന്റെ നിലപാടുകൾ ആർജവത്തോടെ തുറന്നു പറയുന്ന നേതാവാണ് അലോഷ്യസ് സേവ്യർ എന്ന് പരസ്യമായി പ്രശംസിക്കുകയും ചെയ്തു. അലോഷ്യസിന് കൈകൊടുത്തതിന് ശേഷമായിരുന്നു സുധീരന്റെ പ്രശംസ. 2011-16 കാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ, അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഏറ്റവും നിശിത വിമർശനങ്ങൾ ഉയർത്തിയ യുവ നേതാവായിരുന്നു VD സതീശൻ. അതേ VD സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ. ആർജവത്തോടെ VD സതീശനെ വിമർശിക്കുന്ന അലോഷ്യസ് സേവ്യറിന് കൈകൊടുത്ത് VM സുധീരൻ. വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. KSUവിന് തങ്ങളുടെ നിലപാടുകളും അഭിപ്രായങ്ങളും പറയുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നാണ് ചെന്നിത്തലയുടെ നിലപാട്. KSUവിന് എന്തെങ്കിലും തലത്തിൽ പരാതികളുണ്ടെങ്കിൽ അത് പാർട്ടി ഗൗരവമായി പരിശോധിക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ VD സതീശൻ തന്നെ മുൻകൈയെടുക്കുമെന്നാണ് തന്റെ വിശ്വാസം. എങ്കിലും സ്വന്തം അഭിപ്രായങ്ങൾ പറയുന്നതിന് ചില രീതികളുണ്ട്. പരസ്യമായി പ്രതികരിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാവുന്നതേയുള്ളൂ എന്ന് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർക്കുന്നു. KSU പ്രശ്നങ്ങളിൽ പാർട്ടി ഇടപെടുമെന്ന സൂചന ഒരു വശത്ത്. മറുവശത്ത് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഇന്ന് മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ വിശദമാക്കി. KSUവും സർക്കാരും തമ്മിൽ നിലവിൽ പ്രശ്നങ്ങളില്ല, എന്നാൽ തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ അതേപടി നിലനിൽക്കുന്നു. മുഖ്യമന്ത്രിയുമായും അദ്ദേഹത്തിന്റെ ഓഫീസുമായും നിരന്തരം ബന്ധപ്പെടുന്നു. ഇതിൽ പാർട്ടിയും ഇടപെടുന്നു. അദ്ദേഹം KSUക്കാരുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും മാത്രം മുഖ്യമന്ത്രിയല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ രീതിയിലുള്ള തിരക്കുകളെ ഞങ്ങൾ മാനിക്കുന്നു. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷം വിഷയത്തിൽ കൂടുതൽ പ്രതികരണം നടത്താം എന്നാണ് അലോഷ്യസ് സേവ്യർ പറയുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, അലോഷ്യസ് ഒറ്റയ്ക്കല്ല. അലോഷ്യസിനൊപ്പം KCയെ പോലുള്ള തലമുതിർന്ന നേതാക്കളുണ്ട്. മറുവശത്ത് VM സുധീരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ ആശീർവാദവുമുണ്ട്. VD സതീശനെ കയറൂരി അങ്ങനെ വിടണ്ട എന്നതാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ ഒരു തീരുമാനം. അതിന്റെ ഭാഗമാണത്രേ ഇപ്പോൾ KSU യൂത്ത് കോൺഗ്രസ് കളത്തിലിറങ്ങി VD സതീശനെ വെല്ലുവിളിക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.